അഥവാ കേറി കഴിഞ്ഞാൽ ഫയർ ചെയ്യോ? സാറേ വെറുതെ വന്നിട്ട് ഫയർ ചെയ്യണം. മനസ്സിലായി? ആ ബോർഡ് നോക്കണം, ബീച്ചിലോട്ട് വരുമ്പോ ആ ബോർഡ് നോക്കണം. ബീച്ച് സൈഡിലല്ലേ ബോർഡ് വെച്ചേക്കുന്നത്? 4 ബോർഡ്. അടിക്കണ മുമ്പ് പറഞ്ഞു അതെ ചോദിക്കാൻ അടിക്കോ? തായും കൊടുക്കുമല്ലോ അമാർക്കിരുന്ന് നീയൊക്കെ. മൂഞ്ചിത്തരം പറയല്ലേ ബ്രോ? മൂഞ്ചി KVA TV ഒന്നുമില്ല. കുറച്ചു മുമ്പ് ഈ സാറുമായിട്ട് ഞാൻ അടിയിട്ടുള്ള കുറച്ചു മുമ്പ് സാറായിട്ടുള്ള എന്താ KVA TV ക്ക് എന്താ ബ്രോ ഇവിടെ കൊമ്പുണ്ടോ ബ്രോ? ഇവിടെ അല്ലല്ല ഇവിടെ അല്ലല്ല ബ്രോ ഇവിടെ KVA TV ക്ക് എന്താ കൊമ്പുണ്ടോ ബ്രോ? ഇവിടെ കൊമ്പുണ്ടോ? അല്ല കുറച്ചു മുമ്പ് ഞാൻ ഈ സാറ് പേര് ഞാനും ഈ ബ്രോയും കൂടെ ഞാനും ഈ പുള്ളിയും കൂടെ കുറച്ചു മുമ്പ് സംസാരിച്ച് ഇഷ്യൂ ആയതേ ഉള്ളൂ. ഓക്കെ മനസ്സിലാക്ക ബ്രോ? ബ്രോ സിറ്റിസൺ ആയിട്ട് നടക്കുമ്പോഴുള്ള കാര്യമല്ലേ ഞാൻ പറഞ്ഞത്. ബ്രോ സിറ്റിസൺ ആയിട്ട് നടക്കുമ്പോ അത് ആ രീതിക്ക് നടക്കണം, അല്ലാതെ മറ്റേ ഗ്യാങ്ങിന്റെയും പോലീസിനെയും കിടന്ന് ചൊറിയാൻ പോരുത്. മനസ്സിലായ? ഇവിടെ ബാക്കിയുള്ള സിറ്റിസൺസ് ഇല്ലല്ലോ. അല്ല ബാക്കിയുള്ള സിറ്റിസൺ ഒന്നും പറഞ്ഞില്ലല്ലോ മറ്റേ KVA TV മറ്റേ വലിയതാന്ന്. അല്ല KVA TV താങ്ങി കൊടുക്കാതെ ബാക്കിയുള്ള ഒരുപോലെ കാണണമെന്ന് ഞാൻ പറഞ്ഞതാണ്. മനസ്സിലായ? എല്ലാരും ഒരുപോലെ തന്നെ അവര് കാണുന്നത്. എല്ലാരും ഒരുപോലെ തന്നെ. അല്ല അങ്ങനെയാണ് ഞാൻ TV-യിലുള്ളതാണല്ലോടാ. ഞാൻ TV-യിലുള്ളതാണല്ലോ. എന്നിട്ട് അല്ല മാർക്കോ സാർ എനിക്ക് വലിയ ഇതൊന്നും തന്നില്ലല്ലോ. ഞാൻ TV-യിലുള്ളതാണല്ലോടാ. കഴിഞ്ഞ ഒരു സിറ്റുവേഷനിൽ കണ്ടോണ്ടാണ് ചോദിച്ചത്. അല്ല എന്ത് സിറ്റുവേഷൻ ആണെന്ന് നീ ഒന്ന് പറ, നീ കാര്യം പറ. TV ഒരാൾ അടിച്ചിട്ടിട്ട് BD പോയി TV-ക്ക് സപ്പോർട്ട് ചെയ്ത് എന്താണ് അപ്പൊ? എന്റെ പേര് സ്റ്റാർക്ക്. ഈ TV-യെ KVA എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഇവിടെ? ഒരു ഫാമിലി. ഫാമിലി ആണല്ലോ. സുഹൃത്തിന്റെ ഫാമിലി എല്ലാം ഉണ്ടാ? എനിക്കുണ്ട് MG3. സൂപ്പർ. സൂപ്പർ. ഒരു ഡൗട്ട് സാറേ, വീഡിയോ വെച്ചാ ഇതല്ല എന്തിനാ സാറ് വീഡിയോ വെച്ചേ? വെറുതെ അവരോട് ചോദിക്കണം. മനസ്സിലായ? അതല്ല ചോദിക്കാൻ പറ്റും. നിങ്ങൾ എന്തിനാ ഫയർ ചെയ്തേ? എന്തിനാ ഫയർ ചെയ്തത്? ഇങ്ങോട്ട് വണ്ടി കയറ്റരുത് പറഞ്ഞിട്ടുണ്ട്. MG3 എന്ന് പറഞ്ഞ പുള്ളി MG3 എന്ന് പറഞ്ഞ പുള്ളി അല്ല ബ്രോ? ഹലോ മോനെ ഇപ്പൊ വരാടാ മോനെ, ഒരു സിറ്റുവേഷൻ ഇതാക്കോടാ. ഇപ്പൊ വരാടാ. ഹലോ ബ്രോ, പേരെന്താണ് ബ്രോ? പേരെന്താണ്? എന്റെ പേര് സ്റ്റാർക്ക്. ബ്രോ സംബന്ധിച്ചല്ലേ ബ്രോ ഈ KVA TV അങ്ങനെ ഡ്രാഗ് ചെയ്യണ്ട ബ്രോ. അങ്ങനെ ആരും താങ്ങുന്നൊന്നുമില്ല. മനസ്സിലായോ? ഇവിടെ PD അങ്ങനെ അല്ല ബ്രോ. നേരത്തെ ആദ്യം പറഞ്ഞു ബ്രോ ഞാൻ പറയട്ടെ, ഇവിടെ ആരും മറ്റേ സിറ്റിസൺ ബ്രോ ഞാൻ വിചാരിച്ച ആദ്യം ബ്രോ സിറ്റിസൺ ആണ്, പിന്നെ ബ്രോ ആണ് പറഞ്ഞ MG3 ആണ്. ഇപ്പൊ ബ്രോയ്ക്ക് അങ്ങനെ MG3 ആണല്ലോ ബ്രോ. ഇപ്പൊ എന്തിനാണ് ബ്രോ തന്നെ എന്തിനാണ് ഇങ്ങനെ ഇപ്പം ബ്രോ ഇപ്പൊ അങ്ങനെ പറയുമ്പോഴത്തേക്ക് ബ്രോയുടെ സ്വന്തം ഗ്യാങ്ങിനാണോ വില ഇടിയുന്നത്? KVA TV മാത്രമേ ഉള്ളൂ ഇങ്ങനെ താങ്ങി കൊടുക്കുന്നതാണ്. ഞാനും മാർക്കോ സാറിനോട് കുറച്ചു മുമ്പേ മുട്ട അടിയായതാണ്. മാർക്കോ സാറിന് എന്നെ അറിയാം, ഞാൻ TV-യിലാന്ന് എല്ലാവർക്കും അറിയാലോ. മാർക്കോ സാറിന് പ്രത്യേകിച്ച് അറിയാം ഞാൻ TV-യിലാന്ന്. പിന്നെന്തിനാണ് കാണിക്കുന്നത്? ഇപ്പം ബ്രോയുടെ പേരെന്താ? അല്ലല്ല അല്ല ബ്രോയുടെ പേരെന്താന്ന് സ്റ്റാർക്ക്. ഓക്കെ ബ്രോ. ഇപ്പം ബ്രോ ഇപ്പൊ ഗ്യാങ് ഡ്രസ് ഇടണം ബ്രോയ്ക്ക് ഒരു ഐഡന്റിറ്റി കിട്ടണമെങ്കിൽ. മനസ്സിലായോ? സ്റ്റാർക്ക് ആന്നല്ലേ നാലാളെ അറിയണമെങ്കിൽ ബ്രോയ്ക്ക് ഗ്യാങ് ഡ്രസ് ഇടണം. പക്ഷെ ഞാൻ ഗ്യാങ് ഡ്രസ് ഇടേണ്ട ആവശ്യമില്ല. എന്നെ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം ഇവിടെ. ഈ ലുക്കിൽ വേറെ ആരും ഇല്ല. മനസ്സിലായോ? അതുകൊണ്ട് ഒട്ടുമിക്ക ആൾക്കാർക്ക് തന്നെ അറിയാം. അതൊരു ഐഡന്റിറ്റിയാണ്. അത് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. സ്റ്റാർക്ക് മോനും കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടോ? എടാ പറ്റിയിട്ടില്ല. അതങ്ങനെയാണ് സ്റ്റാർക്ക് മോനെ. അപ്പം മനസ്സിലായോ? പേരെന്താന്ന് പറഞ്ഞു? അയ്യോ ഞാൻ മോനെ വിളിച്ചാണ്, കൊച്ചുള്ള ശബ്ദമായിട്ട് തോന്നിയടാ, അതുകൊണ്ട് വിളിച്ചാണ്.
ആടാ പിന്നെ ഒരേ പ്രായക്കാരല്ലേ. ഇല്ല പിന്നെ ഈ വ്യത്യാസം കൊണ്ടുവരണ്ട ബ്രോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അവർ ഗെയിം ചെയ്യാൻ താങ്ങുന്നുണ്ടെങ്കിൽ തന്നെ ബ്രോ ഇങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? അത് ചിലപ്പോ അവർക്ക് ഇഷ്ടമുള്ളതായിട്ടായിരിക്കും താങ്ങുന്നത്. മനസ്സിലായോ? അവർക്ക് ഇഷ്ടമുള്ള അവർക്ക് ഇഷ്ടമുള്ള അപ്പൊ അതിന്റെ എൻഡ് ഞാൻ പറഞ്ഞുതരാം ബ്രോ. അവർക്ക് ഇപ്പൊ MG3 എന്ന് പറഞ്ഞ ഗ്യാങ് ഇഷ്ടമല്ലായിരിക്കും. ചിലപ്പോ അവരുടെ മനസ്സിൽ തീട്ടം ഗ്യാങ് എടുക്കായിട്ടായിരിക്കും കാണുന്നത്. സപ്പോസ് അതുകൊണ്ടായിരിക്കും ബ്രോ. അതുകൊണ്ടായിരിക്കും. മനസ്സിലായോ ബ്രോ? ഈ കാര്യം മനസ്സിലായി, വ്യത്യാസം മനസ്സിലായോ ബ്രോ? എന്തായാലും അവരുടെ ഡിഫറൻസ് പറഞ്ഞല്ലേ. ഇപ്പൊ ഇത്രയുള്ള ബ്രോ. ചിലപ്പോ അവരുടെ മനസ്സിൽ അങ്ങനെ ആയിരിക്കും കാണുന്നേ. ഓ ഇത് മറ്റേ കണ്ടി ഗ്യാങ്ങിന്ന് വരുന്ന മറ്റേ പയ്യനെ അങ്ങനെ ആയിരിക്കും അവൻ വിചാരിക്കുന്നത്. മനസ്സിലായി? ദേർസ് എ ഡിഫറൻസ് ബ്രോ, ഹ്യൂജ് ഡിഫറൻസ്. അപ്പൊ ബ്രോ എന്റെ മനസ്സിലുള്ള കാര്യം അളിഞ്ഞു തൂറിയില്ലേ പോട്ടോ, അളിഞ്ഞു തൂറിയില്ലേ പോട്ടോ, അളിഞ്ഞു തൂറിയില്ലേ കുറച്ച് കണ്ടിയെ കുറച്ച് കണ്ടിയെ പോട്ടോ. എന്തിനാണ് ബ്രോ ഇങ്ങനെ വാണോന്നൊക്കെ ബ്രോ? എന്തിനാണ് ബ്രോ ഇങ്ങനെ വാണോന്നൊക്കെ വിളിക്കുന്നത് ബ്രോ? എന്തിനാണ് വാണോന്നൊക്കെ വിളിക്കുന്നേ? അത് അങ്ങനെയാണ് നാട്ടുകാരുണ്ടല്ലോ നിന്റെ ഇവിടുത്തെ സിറ്റിയിലുള്ള ആൾക്കാരൊക്കെ പറയുന്നത് MG3 വാണ ഗ്യാങ് എന്നാ. എന്നിട്ട് നമ്മളത് എന്തെങ്കിലും ഓപ്പോസിറ്റ് ആയിട്ട് പറയാൻ പോകുന്നുണ്ടോ? അപ്പൊ പോട്ടാ നീ പോട്ടാ. എന്നെ താങ്ങുന്നുണ്ടെങ്കിലേ ഞാൻ ഒരു ഐഡന്റിറ്റി ഇട്ടുണ്ട്. സ്റ്റാർക്കുമാനെ താങ്ങാൻ ഇവിടെ ഒരു പട്ടിയില്ല. ചച്ചിക്കൊക്കെ പോലും താങ്ങത്തില്ല. മനസ്സിലായോ? ചച്ചിക്കൊക്കെ പോലും താങ്ങത്തില്ല. കേട്ടോടാ എന്റെ ഒരു കണ്ണാപ്പി എടാ ഈ സ്റ്റാർക്ക് എന്ന് പറഞ്ഞ ആൾക്കാരെ ഇത്രയും പേര് അറിയാൻ തുടങ്ങിയ തന്നെ ഞാൻ കാരണം. മനസ്സിലായി? ഞാൻ നിന്നോട് സംസാരിച്ചോണ്ടാണ് സ്റ്റാർക്ക് എന്ന് പറഞ്ഞ ഐഡന്റിറ്റി പഠിച്ചത്. ഇല്ലെങ്കിലടാ എടാ സ്വന്തം വായ കാണിക്കാൻ എന്താടാ വായിലെന്താടാ കംഷോട്ടിരിക്കുകയാണോ? എടാ കൊക്കിന്റെ കംഷോട്ടിരിക്കുകയാണോടാ? എടാ കൊക്കിന്റെ കംഷോട്ടിരിക്കുന്നതാണോടാ മാസ്ക് വെച്ച് വാമ കൊണ്ടിരിക്കുന്നേ? എടാ വായിന്ന വാണപ്പാല വെച്ചിട്ട് നീ പറ കേട്ടാ. എന്നിട്ട് നിന്റെ നിന്റെ മൂലത്തിലുണ്ടല്ലോടാ ചോര. എടാ മൂലത്തിലുണ്ടല്ലോ. എന്താടാ പട്ടിയാണോ നീ? എടാ പട്ടിയാണോ? എന്താടാ സാറിന് പെൺപട്ടിക്കൊക്കെ പീരീഡ്സ് വരുന്നതാണല്ലോ നിനക്ക്. എന്താടാ മുലത്തിൽ ചോര ഇരിക്കുന്നത്? എന്താ മാമാര് വെച്ചറിഞ്ഞോ? പിന്നെ മാമാര് വെച്ച പക്ഷെ നീയാണ് നാട്ടുകാർ അണ്ടി പിടിക്കുന്നത്. നാട്ടുകാർ അണ്ടി നീയല്ലേ മഞ്ഞ ശശികൊക്കെ സമാനം വൈകിട്ടെന്ന് പറഞ്ഞ് നിന്നല്ലേ മറ്റേ പിടിച്ചോണ്ടാ നിന്നെയല്ലടാ അവൻ എന്റെ കൂടെ അവൻ എന്റെ കൂടെ നിന്റെ കൂടെ പട്ടി നിൽക്കാനല്ല. മനസ്സിലായോ? നിന്റെ ഒരു പട്ടി നിൽക്കാനല്ല. നീ പോട്ടെ എന്തായിട്ടെന്നറിയാവോ? നീ പോട്ടെ അത് മുതുക്കിന്റെ സൈഡിൽ പോട്ടെ സ്വന്തം സാമാനം വളഞ്ഞു വെച്ചങ്ങ വായിലോട്ടങ്ങ് അതുള്ളതുകൊണ്ടാണ് നിന്റെ ലീഡർ എല്ലാ ദിവസവും രാത്രി വരും. എന്റെ കട്ടലിന്റെ അടിയില് മുണ്ടിന്റെ അടിയിലോട്ട് നിക്കറിന്റെ അടിയിലോട്ട് എല്ലാ ദിവസവും നിന്റെ ലീഡർ വരും. പോട്ടെ നല്ല വേഷം കിട്ടില്ല. പോട്ടെ എടാ നിന്റെ ലീഡറിന്റെ ക്വാളിറ്റിയിലാണ് നീ ഇവിടെ കിടന്ന് കാണിക്കുന്നത്. മനസ്സിലായ? അല്ലടാ അത് മറ്റേ അവന് മറ്റേ TVM KVM മറ്റേ താങ്ങുന്നേ പോലീസുകാർ താങ്ങുന്നേ. ക്യാരക്ടറാ ബ്രോ. എന്താണ് അവൻ ഡിസേർവ്ഡ് ആണ് ബ്രോ. മറ്റേ ഒന്ന് പറഞ്ഞ രണ്ടിന് വാണമേന്നൊക്കെ വിളിക്കുന്നവനെ അതൊക്കെ ഡിസേർവ്ഡ് ആണ് ബ്രോ. പോട്ടോ ഒന്ന് പറഞ്ഞ രണ്ടിനെ മറ്റേ മര്യാദയ്ക്ക് സംസാരിക്കണം. അവൻ സംസാരിക്കാൻ രീതിയുണ്ട്. ഒന്ന് പറഞ്ഞ രണ്ടിന് വാണമേ നല്ല വിളിക്കുന്നത്. ബ്രോ ഞാൻ വാണമേ ഒന്നും സംസാരിച്ചില്ല. അവൻ ഇങ്ങോട്ട് വാണമേന്ന് പറഞ്ഞ് സംസാരിച്ചപ്പോഴാണ് എനിക്ക് റേറ്റ് കയറിയത് ബ്രോ. ബ്രോ അതങ്ങനെ സപ്പോസ് എന്നാണ് പറഞ്ഞത്. അല്ല ഞാൻ തീട്ടൊന്നും പറഞ്ഞില്ല. സപ്പോസ് അവരങ്ങനെ ആയിരിക്കും വിചാരിക്കുന്നതാണ് പറഞ്ഞത്. അത് ബ്രോ ഒരു ഗ്യാങ് തീട്ടമാന്ന് പറയുന്നതും അവര് വിചാരിക്കുന്നതെന്ന് പറഞ്ഞത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് ബ്രോ. പോട്ടോ സ്റ്റാർക്കുമന്റെ മാനാണോ? ഹലോ ആരാണിത്? ചുമ്മാ മറ്റേ അവന് വായിൽ എന്തൊക്കെ ഇരിക്കുന്നെന്ന് അറിയണം. എന്റെ വണ്ടി കയറ